ലഹരിക്കെതിരെ റിപ്പോർട്ടർ ടിവിയുടെ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള ക്യാമ്പയിനാണ്. ജനങ്ങളുടെ വലിയ പിന്തുണയുമുണ്ട്. ഓരോ ഇടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. വളരെ പ്രസക്തമായ മുദ്രാവാക്യമാണ്. ലഹരി എന്ന് പൊതുവിൽ പറഞ്ഞാൽ പോരാ, ആ വ്യത്യാസം നമ്മൾ പ്രത്യേകമായിട്ട് ഊന്നി പറയണം. ഏറ്റവും ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് മാരകമായ രാസലഹരികളാണ്. അപ്പൊ അത് പൊതുവിൽ പറയുമ്പോൾ ഇതിന്റെ ഗൌരവത്തിനൊരു കുറവ് വരാൻ പാടില്ല. അപ്പോൾ രാസലഹരിക്കെതിരായിട്ടുള്ള അതൊരു വലിയ സാമൂഹിക വിപത്താണ്. ഒപ്പം വയലൻസ് ഒരു വലിയ വിപത്തായിട്ട് വന്നിരിക്കുന്നു. അത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാതെയുമുണ്ട്. വയലൻസ് തന്നെ ഒരു ലഹരിയായിട്ട് മാറുന്ന സ്ഥിതിയും ഇപ്പോൾ ഈ കൗമാരക്കാർക്കൊക്കെ ഇടയിൽ കാണുന്നുണ്ട്. ഇതിന് രണ്ടിനുമെതിരെ റിപ്പോർട്ടർ ഒരു ക്യാമ്പയിൻ എടുത്തത് വളരെ അഭിനന്ദനാർഹമാണ്. ഞാൻ റിപ്പോർട്ടറിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അത്തരമൊരു ക്യാമ്പയിൻ എടുത്തത്. ഇത് സർക്കാർ നടപടി കൊണ്ട് മാത്രം ഒരു സാമൂഹിക വിപത്തിനെ നേരിടാനാവില്ല. സമൂഹമാകെ കൈകോർക്കണം. അവിടെയാണ് മാധ്യമങ്ങളുടെ വലിയ പങ്ക്. ഒപ്പം വിദ്യാർത്ഥി യുവജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ കൂട്ടായ്മകളും ഇതിൽ ആരെയും മാറ്റി നിർത്തേണ്ട ഒന്നല്ല. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി കൈകോർത്താൽ മാത്രമേ ഈ സാമൂഹിക വിപത്തിനെ നമുക്ക് ചെറുത്തോൽപ്പിക്കാം. യുവാക്കളും ഒപ്പം വിദ്യാർത്ഥികൾ കലാലയങ്ങളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് അടക്കം എത്തുന്ന ഒരു സാഹചര്യമാണല്ലോ. നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇപ്പോൾ ഈ സമൂഹം ഒന്ന് അടങ്കം ഇതിനൊപ്പം നിൽക്കാമെന്ന് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണ്ടോ? തീർച്ചയായിട്ടും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു, ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കും, വിദഗ്ധരുൾപ്പെടെയുള്ളവരുടെ സേവനം ഇക്കാര്യത്തിൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അപ്പോ അതേസമയം എൻഫോഴ്സ്മെന്റ് ഇപ്പൊ ശക്തമായിട്ട് വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ നടക്കുകയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അനേകം പേരെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ വന്നൊരു വാർത്ത, വയനാട്ടിൽ ഈ ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഇരുചക്ര വാഹനം തടയാൻ ശ്രമിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ നടപടികൾ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പഴുതടച്ച് സംസ്ഥാനത്താകെ ശക്തിപ്പെടുത്തും. അതോടൊപ്പം നമുക്ക് ഇതിലേക്കുള്ള ആകർഷണം തടയാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും, സാമൂഹികമായിട്ടുള്ള ഇടപെടൽ എങ്ങനെ ശക്തിപ്പെടുത്താൻ പറ്റും, പിന്നെ ഇക്കാര്യത്തിൽ സാമൂഹിക ശാസ്ത്രജ്ഞരുടെ, മനഃശാസ്ത്ര വിദഗ്ധരുടെ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളുടെയും വിദഗ്ധാഭിപ്രായങ്ങൾ, സേവനം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.